ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്? Partial derivative is the instantaneous rate of change of a function in the direction parallel to the coordinate axis. കോർഡിനേറ്റ് ആക്സിസിൻ്റെ ഡയറക്ഷന് പാരലായിട്ടുള്ളൊരു ഡയറക്ഷനിൽ ഫംഗ്ഷൻ ഉണ്ടാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്. 3 ഡയമെൻഷനിൽ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിനോട്ട് ചെയ്യും എഫ് ഓഫ് എക്സ് വൈ ഇസഡ്. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഫംഗ്ഷനായിട്ടുള്ളൊരു ഫംഗ്ഷൻ എഫിനെ കൺസിഡർ ചെയ്യുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്നാണ്. അതായത് ഓരോ കമ്പോണൻറ്റിലും നമ്മൾ എന്ത് ചെയ്യാണ്, പാർട്ട് ബൈ പാർട്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഫംഗ്ഷൻ എഫിനെ എക്സ് ആക്സിസ് ആണ് ഇവിടെ ഉള്ളത്, എക്സ് കമ്പോണൻ്റ് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷന് പാരലായിട്ടുള്ളൊരു ഡയറക്ഷനിൽ ഫംഗ്ഷൻ എഫിനുണ്ടാകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ഡോ എഫ് ബൈ ഡോ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ ആണെങ്കിൽ വൈ ആക്സിസിന് പാരലായിട്ടുള്ളൊരു ഡയറക്ഷനിൽ ഫംഗ്ഷൻ എഫിനുണ്ടാകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നു. Similarly, dou f by dou z. We are considering a function f is equal to x square y minus y z cube plus z. So, similarly, we are considering the partial differential with respect to x, y and z. So, dou f by dou x is equal to 2xy. We can also denote it as fx. Dou f by dou x in fx എന്ന് denote ചെയ്യാം. Similarly, നമ്മൾ ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ വി ഗെറ്റ് എക്സ് സ്ക്വയർ മൈനസ് ഇസഡ് ക്യൂബ് വിച്ച് ഈസ് ആൾസോ ഈക്വൽ ടു എഫ് വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു മൈനസ് 3y ഇസഡ് സ്ക്വയർ പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇസഡ്. ഇനി ഒരു പോയിന്റിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വേണ്ടത് എങ്കിൽ ലെറ്റ് ദ പോയിന്റ് ബി 1 മൈനസ് 2 0. ഈ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ഇത് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ആണല്ലോ, ഇതിനെ നമുക്ക് ഇവിടെയുള്ള ഇതിനെ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് എക്സ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് -4. സിമിലർലി എഫ് വൈ ഈസ് ഈക്വൽ ടു 1 ആൻഡ് എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. Next topic is directional derivative. Directional derivative compute the rate of change of a function with respect to the distance in any direction. Directional derivative യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ്. ഇത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ളൊരു ഡയറക്ഷനുള്ള ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം എഫ് എക്സ് വൈ. വി ഹാവ് ടു കമ്പ്യൂട്ട് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഓക്കെ റെസ്പെക്ട് ടു a point x0 y0. അപ്പോൾ നമ്മളൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുന്ന കോർഡിനേറ്റ് ആക്സിസ് കൺസിഡർ ചെയ്യുന്നു എക്സ് വൈ ഇസഡ്. ഓക്കെ, ഹിയർ x0 y0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇത് റെഫറൻസ് പോയിൻ്റാണ്. റെഫറൻസ് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ റെഫറൻസ് പോയിന്റിനെ റെസ്പെക്റ്റ് ആയിട്ട് എഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഫൈനൈറ്റ്ലി മെനി ഡയറക്ഷൻസ് ഇവിടെ പോസിബിൾ ആണ്. ബട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ ഇൻ എ ഡിസൈഡ് ഡയറക്ഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡയറക്ഷനിലുള്ള ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടെത്തിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യൂണിറ്റ് വെക്ടറിനെ, ഏത് ഡയറക്ഷനിലാണോ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത് ആ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ലെറ്റ് ദ യൂണിറ്റ് വെക്ടർ യു ബി u1i പ്ലസ് u2j. ഈ യൂണിറ്റ് വെക്ടറിൻ്റെ ഇനിഷ്യൽ പോയിന്റ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ് ആയിട്ടുള്ള x0 y0യിലായിരിക്കും. ബാക്കിയുള്ള പോയിൻറ്റ്സ് എല്ലാം ഏതാണോ ഡിസൈഡ് ഡിറക്ഷൻ ആ ഡിറക്ഷനിലായിരിക്കും ഉള്ളത്. ദിസ് യൂണിറ്റ് വെക്ടർ ഡിസ്ക്രൈബ്സ് എ ലൈൻ എൽ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിൽ യൂണിറ്റ് വെക്ടർ ഒരു ലൈൻ എൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഈ ലൈൻ എല്ലിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് എക്സ് ഈസ് ഈക്വൽ ടു x0 പ്ലസ് എസ് u1, y ഈസ് ഈക്വൽ ടു y0 പ്ലസ് എസ് u2. These are the parametric equations of the line. Okay, here S എന്ന് പറയുന്നത് arc length parameter ആണ്. S is the arc length parameter. ഇനി
ഫോർ എസ് ഈസ് ഈക്വൽ ടു 0, എസ് 0 ആയിരിക്കുമ്പോൾ ഒരു റെഫറൻസ് ഒരു വേരിയബിൾ പോയിന്റ് എക്സ് വൈ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ് വൈ എക്സ് ഈസ് ഈക്വൽ ടു 0 റെഫറൻസ് പോയിന്റ് x0 y0 കാണപ്പെടുന്നത്. ശേഷം എസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഡിസൈഡ് ഡയറക്ഷൻ ഈ ലൈനിലൂടെ യു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. നൗ വി ഹാവ് ടു കൺസിഡർ വേരിയബിൾ ഇസഡ് ഓൺ ദി ലൈൻ. ലൈൻ എല്ലിലുള്ള ഒരു വേരിയബിളാണ് ഇസഡ്. ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x0 പ്ലസ് എസ് യു വൺ y0 പ്ലസ് എസ് യു ടു. ഡി ഇസഡ് ബൈ ഡി എസ് ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ എസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോഴുള്ള ഡി ഇസഡ് ബൈ ഡി എസിൻ്റെ വാല്യൂ നമുക്ക് തരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ എഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു x0 y0 ഇൻ ദി ഡയറക്ഷൻ ഓഫ് യു. യുവിൻ്റെ ഡയറക്ഷനിൽ x0 y0യിൽ നിന്നുമുള്ള ഫംഗ്ഷൻ എഫ് എക്സ് വൈയുടെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും ഡി ഇസഡ് ബൈ ഡി എസിൻ്റെ വാല്യൂ അറ്റ് എസ് ഇസ് ഈക്വൽ ടു 0. എസ് ഇസ് ഈക്വൽ ടു 0യിലുള്ള ഡി ഇസഡ് ബൈ ഡി എസിൻ്റെ വാല്യൂ തരുന്നത്. സോ നമുക്കിനി ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. If u is equal to u1i plus u2j plus u3k is a unit vector, and if f x y z is a function of x y z, then directional derivative of u at x0 y0 z0 is defined by du f x0 y0 z0. അതായത് നേരത്തെ പറഞ്ഞ പോലെ കാർട്ടീഷ്യൻ പ്ലെയിനിലുള്ള ഒരു പോയിൻ്റാണ് x0 y0. ആ x0 y0 z0, ആ x0 y0 z0യിൽ നിന്നും നമ്മളൊരു യൂണിറ്റ് വെക്റ്റർ, നമ്മൾ ഡിസൈഡ് ഡയറക്ഷനിലേക്ക് ഒരു യൂണിറ്റ് വെക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് വെക്റ്ററാണ് u1i പ്ലസ് u2j പ്ലസ് u3k. സോ ആ ഫംഗ്ഷൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ du f x0 y0 z0 ആൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് du f x0 y0 z0 is equal to d by ds of f x0 plus su1 y0 plus su2 z0 plus su3 at s is equal to 0. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഡി ഇസഡ് ബൈ ഡി എസ്. എസിൻ്റെ ഫംഗ്ഷനായിട്ടുള്ള ഒരു വേരിയബിൾ ലൈനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിളാണ് ഇസഡ്. ആ ഇസഡ് 3 ഡയമെൻഷനിലായതുകൊണ്ടാണ് അതിന് എഫ് x0 പ്ലസ് എസ് യു വൺ y0 പ്ലസ് എസ് യു ടു z0 പ്ലസ് എസ് യു ത്രീ എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഇവിടെ provided this derivative exists. See, ഇനി ഡയറക്ഷൻ ഡെറിവേറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്ത രണ്ട് തിയറംസ് ഉണ്ട്. ഫസ്റ്റ് തിയറം, ഫംഗ്ഷൻ എഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് x0 y0. x0 y0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എക്സ് വൈ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ യൂണിറ്റ് വെക്റ്റർ u ഈസ് ഈക്വൽ ടു u1i പ്ലസ് u2j ആണ് എങ്കിൽ directional derivative du of f x0 y0 exist ചെയ്യും and is denoted as du of f x0 y0 equal to fx x0 y0 u1 plus fy x0 y0 u2. Similarly, second theorem is, if xy z is differentiable at x0 y0 z0, x0 y0 z0 ഇതിൽ എഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ, ഇസ് ഡിഫറൻഷ്യബിൾ, then u is equal to the unit vector u is equal to u1i plus u2j plus u3k, then the directional derivative du of f x0 y0 z0 exists. Directional derivative exist ചെയ്യും and can be represented as ഈ ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.